എന്തുകൊണ്ട് വയനാട്ടിൽ അതിജീവിതർക്ക് മനോഹരമായ വീടുകൾ നിർമ്മിച്ചു നൽകാനും നിർമ്മാണ ഘട്ടത്തിലും കൈമാറ്റത്തിലും അന്തസ്സും വിനയവും സ്നേഹവും കാത്തു സൂക്ഷിക്കുവാനും മുസ്ലിം ലീഗിന് മാത്രം കഴിഞ്ഞു എന്ന് ആലോചിച്ചു. ആ നേതാക്കളുടെ വാക്കുകൾ പലവട്ടം കേട്ടു, നൂറുകണക്കിന് പോസ്റ്റുകൾ കണ്ടു. ഒരു പ്രഹസനത്തിനും പ്രദർശനത്തിനും ആക്ഷേപങ്ങൾക്കും ഇട കൊടുക്കാതെ രാഷ്ട്രീയ എതിരാളികളെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് വലിയൊരു ദൗത്യം സമയബന്ധിതമായി വിജയിപ്പിച്ചെടുത്ത ആ പാർട്ടി, ശക്തമായ നേതൃത്വം, ഇച്ഛാശക്തി, വിശ്വാസം എന്നിവയൊക്കെ വിജയ കാരണമായിട്ടുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനം നേതാക്കളും പ്രവർത്തകരും തമ്മിലുള്ള പരസ്പര്യം ആണെന്ന് തോന്നുന്നു. ഒരു തീരുമാനമെടുത്താൽ ലക്ഷ്യം നേടാൻ ഒരേ ആവേശത്തോടു കൂടി ഒരുമിച്ച് നിൽക്കുന്ന നേതാക്കളും അണികളും, അത് ഇലക്ഷൻ ആണെങ്കിലും സാമൂഹ്യ സേവനമാണെങ്കിലും ആദരവോടെയല്ലാതെ കാണാനാവില്ല. തൃക്കൈപ്പേറ്റിലെ വീടുകൾ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നുന്ന നാളുകളാണിത്. പക്ഷേ ആ വീടുകൾ കാണാനും പരസ്യമായി അഭിമാനം കൊള്ളാനും പോകാതെ ആ നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ചവർ പോലും വിനയത്തോടെ മാറി നിൽക്കുമ്പോൾ ഒരു ചില്ലിക്കാശ് കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു സംരംഭത്തെ ഇന്നോളം പിന്തുണയ്ക്കാത്ത എനിക്ക് അവിടെ കോലുകുത്താൻ എന്താണ് അർഹതയുള്ളത് എന്ന് ആത്മനിന്ദയോടെ തിരിച്ചറിയുന്നു. ഏറ്റവും മികച്ച മാതൃകയ്ക്ക് അഭിനന്ദനങ്ങള്, അഭിവാദ്യങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുകയാണ് ഉമേഷ് വള്ളിക്കുന്ന്. ആരാണ് ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പിന്നീട് പറയാം. അതിനു മുമ്പ് ഉമേഷ് വള്ളിക്കുന്നിൻ്റെ ഈ കുറിപ്പിലെ ചില കാരണങ്ങൾ, ഉമേഷ് വള്ളിക്കുന്ന് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി കണ്ടെത്തിയ ചില കാരണങ്ങൾ, അത് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വാസ്തവമായ കാര്യം എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, കാരണങ്ങൾക്കൊക്കെ അപ്പുറം അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഉമേഷ് വള്ളിക്കുന്ന് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് വലിയ വലിയ പ്രാധാന്യമുള്ള ഡയലോഗാണ്. എന്താണ്? ആ വീടുകൾ കാണാനും പരസ്യമായി അഭിമാനം കൊള്ളാനും പോകാതെ ആ നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ചവർ പോലും വിനയത്തോടെ മാറി നിൽക്കുമ്പോൾ ഒരു ചില്ലിക്കാശ് കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ആ സംരംഭത്തെ ഇന്നോളം പിന്തുണയ്ക്കാത്ത എനിക്ക് അവിടെ കാല് കുത്താൻ എന്തർഹതയാണുള്ളത്? ഒരിക്കൽ കൂടി വായിക്കാം. ഒരു ചില്ലിക്കാശ് കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ആ സംരംഭത്തെ ഇന്നോളം പിന്തുണയ്ക്കാത്ത എനിക്ക് അവിടെ കാല് കുത്താൻ എന്താണ് അർഹതയുള്ളത് എന്ന് ആത്മനിന്ദയോടെ തിരിച്ചറിയുകയാണ്. വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ഉമേഷ് വള്ളിക്കുന്നിൻ്റെ ആ വാക്കുകൾ, ആ ഒരു സെന്റൻസ് എന്ന്